സുഗന്ധഗിരി മരമുറി കേസിൽ നടപടിയെടുത്തിട്ടും സ്ഥലം മാറാതിരുന്ന ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതോടെ ചുമതല ഒഴിഞ്ഞു. വനംവകുപ്പ് ആസ്ഥാനത്ത് നിന്നുള്ള കർശന നിർദ്ദേശത്തെ തുടർന്ന് ഇന്നലെയാണ് ഡിഎഫ്ഒ ഷജ്ന കരീം ചുമതല ഒഴിഞ്ഞത്. കഴിഞ്ഞ മാസം സ്ഥലം മാറ്റിയ 4 ഫോറസ്റ്റ് വാച്ചർമാർ അടക്കമുള്ളവരും ഇന്നലെയാണ് ചുമതല ഒഴിഞ്ഞത്. സ്ഥലം മാറ്റവും ഒഴിവാക്കാൻ ഡിഎഫ്ഒ സമ്മർദ്ദം ചെലുത്തിയെന്ന് സൂചനയുണ്ട്. അതിൽ പാലോട് വിശദാംശങ്ങളുമായി അങ്ങനെയുണ്ടോ? അതിൽ സ്ഥലം മാറ്റം കൊടുത്താൽ സ്ഥലം മാറണ്ടേ? സ്ഥലം മാറ്റം കൊടുത്താൽ സ്ഥലം മാറണം, സസ്പെൻഡ് ചെയ്താൽ സസ്പെൻഷൻ നടപടി നേരിടുകയും വേണം. പക്ഷേ ഷജ്ന കരീമിൻ്റെ കാര്യത്തിൽ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായി എന്നത് നേരത്തെ തന്നെ വ്യക്തമാണ്. കാരണം ആദ്യം കഴിഞ്ഞ മാസം 17-ാം തീയതിയാണ് ഷജ്ന കരീമിനെയും 2 ഉദ്യോഗസ്ഥരെയും സുഗന്ധഗിരി മരമുറിയുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് സസ്പെൻഡ് ചെയ്തത്. 24 മണിക്കൂറിനുള്ളിൽ തന്നെ സസ്പെൻഷൻ മരവിപ്പിക്കുന്ന അസാധാരണ നടപടിയിലേക്ക് വനംവകുപ്പ് പോകുന്ന സാഹചര്യമുണ്ടായി. ഇതിനെതിരെ വനംവകുപ്പിൽ തന്നെ അമർശമുണ്ട്. ഈ പശ്ചാത്തലം കൂടി പരിഗണിക്കുമ്പോൾ ഈ വാർത്തയുടെ സാധൂകരണത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ്. വനംവകുപ്പിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇവർ പരമാവധി അവിടെ തന്നെ തുടരാനുള്ള സാധ്യതകൾ പരിശോധിച്ചു. അതിനുവേണ്ടി പലതരത്തിൽ സമ്മർദ്ദം ചെലുത്തി എന്നാണ് ലഭിക്കുന്ന വിവരം. അതിന് ഏറ്റവും പ്രകടമായ തെളിവ് തന്നെയാണ് ഈ കേസിൽ ഉൾപ്പെട്ട് 13 പേരെയാണ് സ്ഥലം മാറ്റിയിരുന്നത്. ഇതിൽ ഭൂരിഭാഗം ആളുകളും 2 ദിവസം മുൻപ് വരെ മാത്രമാണ് സ്ഥലം മാറിപ്പോയത്. ഇതിനിടയിലെ കാലയളവിൽ മാത്രമാണ് സ്ഥലം മാറിപ്പോയത്. കഴിഞ്ഞ മാസം 19 മുതൽ തുടർച്ചയായ ദിവസങ്ങളിൽ സ്ഥലം മാറ്റം നേരിട്ടിരുന്നു. ഫോറസ്റ്റ് വാച്ചർമാർ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ അടക്കമുള്ളവർക്ക് സ്ഥലം മാറ്റം നൽകിയിരുന്നു. പക്ഷേ ഇവരൊന്നും ചുമതലയൊഴിഞ്ഞിരുന്നില്ല. ഡിഎഫ്ഒ ഷജ്ന കരീം അടക്കമുള്ളവർ ഇന്നലെ വൈകുന്നേരമാണ് ചുമതലയൊഴിഞ്ഞത് എന്നതാണ് നമുക്ക് കൃത്യമായി തന്നെ ലഭിക്കുന്ന വിവരം. ഈ ഷജ്ന കരീമിൻ്റെ സൗത്ത് വയനാട് ഡിഎഫ്ഒ ആകേണ്ട ഉദ്യോഗസ്ഥനോട് 2-3 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി എന്ന് അറിയിച്ചിരുന്നു എന്നതും സ്ഥിരീകരിച്ച വിവരമാണ്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ വനം വകുപ്പിൽ ആശയവിനിമയം നടത്തുകയും അടിയന്തരമായി ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇന്നലെ ഉച്ചയോടെ വനം വകുപ്പിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ ഷജ്ന കരീമിനെയും ഈ ഉദ്യോഗസ്ഥരെയും കർശനമായ താക്കീതും നിർദ്ദേശവും നൽകി. കർശന നിർദ്ദേശമായിരുന്നു, ഉടൻ തന്നെ സ്ഥലം മാറ്റിയ ഇടങ്ങളിലേക്ക് പോകണം, ചുമതല അടിയന്തരമായി ഒഴിയണമെന്ന നിർദ്ദേശം നൽകുകയായിരുന്നു. അങ്ങനെയാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഈ സ്ഥലം മാറ്റിയ ഉദ്യോഗസ്ഥർ പൂർണ്ണമായും സ്ഥലം മാറ്റം നേടി ചുമതല ഒഴിഞ്ഞു പോയത്. നികേഷ്.